കൊല്ലത്തെ ഒരു പ്രസിദ്ധമാർന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പാലരുവി വെള്ളച്ചാട്ടം. ഇവിടെ എത്തിച്ചേരുമ്പോൾ അതിവിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാൻ കഴിയും. പാർക്കിംഗ് ഫീയും ഇവിടേക്കുള്ള എൻട്രി ഫീയും ഈ ഒരു ബോർഡിലുണ്ട്. ഇതിന് മുകളിലായി ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് യാത്ര തുടങ്ങാൻ. മുതിർന്ന വ്യക്തികൾക്ക് 70 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു കഫേ സൗകര്യവും അവരൊരുക്കിയിട്ടുണ്ട്. ഇനിയുള്ള യാത്ര ഈ ഒരു ബസ്സിലാണ്. വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബസ് സർവീസാണിത്. അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ആ ബസ് യാത്ര തുടങ്ങി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി മാത്രമേ ടിക്കറ്റ് എടുക്കാൻ കഴിയുകയുള്ളൂ. എൻട്രി ഫീസ് അല്ലാതെ മറ്റൊരു തുകയും ഈ ഒരു ബസ് സർവീസ് ഉപയോഗിക്കുന്നതിനായി നമുക്ക് കൊടുക്കേണ്ടതില്ല. പോകുന്ന വഴിക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാലാണ് നമ്മളെ ബസ്സിൽ കൊണ്ടുപോകുന്നത്. ബസ് ചെന്നെത്തുന്നത് ഈ ഒരു എൻട്രി പോയിന്റിലേക്കാണ്. ഒരു 3 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ദൂരം പാലരുവി ഈ വെള്ളച്ചാട്ടത്തിലോട്ട്. അപ്പോൾ അവിടുത്തെ ഒരു എൻട്രിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ എൻട്രി പോയിന്റിൽ ഒരു വാനര സംഘത്തെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നാൽ മാത്രമേ കാടിന് നടുവിലുള്ള ആ ദൃശ്യഭംഗിയേറിയ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്കെത്താൻ കഴിയും. ശ്രീഹരി ഒരു ക്യാമറമാൻ ആയിരിക്കുന്നതിൻ്റെ കൂടെ ക്യാമറമാൻ ശ്രീഹരിയോടൊപ്പം അജ്മൽ. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടെ ഞങ്ങൾക്കുണ്ട്. ഇപ്പം കൂടെ ഈ നമ്മുടെ ഫാമിലി ആയിട്ട് വരാൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഞങ്ങളൊരു ഉച്ച സമയപ്പോഴാണ് വന്നത്. ഇപ്പം ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ട് ആള് കുറവാണ്. സോ ഇവിടെ നമ്മൾ കയറി പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഫാമിലി ബാറ്റിംഗ് ഏരിയ ആണ്. ഫാമിലിക്കൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കുളിക്കാം. അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുന്നു, പാല് പോലൊഴുകുന്ന പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക്. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് തന്നെ കയറി. ശരിക്കും ഇതാണ് മെയിൻ ബാത്തിങ് പോയിൻ്റ്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറ്റിവിടില്ല. അതിന് പകരം നമുക്ക് തൊട്ട് താഴെയുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് കുളിക്കാവുന്നതാണ്. ഇതാണ് ആദ്യം നമ്മൾ കണ്ട ഫാമിലി ബാത്തിങ് ഏരിയ. ഇവിടേക്ക് അധികം ആരും ഇറങ്ങുന്നതായിട്ട് കണ്ടില്ല. സോ ഒരു കൗതുകത്തിന് ഇറങ്ങി ഒന്ന് നോക്കിയതാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾക്ക്. കൊല്ലത്തെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഈ പാലരുവി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ. കണ്ടിട്ടുള്ളൊരു ഇഷ്ടംപോലെ പേര് കാണും. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വൈകിട്ടായി ഒരു 4 മണി സമയമായി. അപ്പോൾ ബസ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.